ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ അല്പസമയത്തിന് ശേഷം ലൈവിൽ നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. പ്രൊമോയിൽ കണ്ട കാര്യമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ അനുമോൾ ഗിസേലിനെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു എന്നുള്ളതാണ് സംഭവം. കാര്യം ഇതാണ്, ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്ത് ഗിസേൽ എഴുന്നേറ്റ് പറയുന്നു, ഞാൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ അനുമോളാണ്. കാരണം കള്ളികളാണ് ജയിലിൽ പോവേണ്ടത്. ഇവിടെ ഭക്ഷണം മോട്ടിച്ച് തിന്നുന്ന കള്ളി അനുമോളാണ്. എന്നിട്ട് എങ്ങനെയാണ് അനുമോൾ ആ ഭക്ഷണം മോട്ടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളത് ഗിസേൽ ഒരു ആക്ഷൻ രൂപേണ കാണിക്കുകയാണ്. ഇതിനുശേഷം ഗിസേൽ അവിടെ പോയിരിക്കുന്നു. ഇത് കണ്ട് പ്രകോപിതയായിട്ടുള്ള അനുമോൾ ഗിസേലിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവളോട് ചൂടാവുകയാണ്. നീ കണ്ടോ ഞാൻ മോട്ടിച്ചത്, നീ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് ഗിസേൽ നേരെ കൈ ചൂണ്ടുകയാണ്. ഗിസേലും തിരിച്ച് കൈ ചൂണ്ടുകയാണ്. അങ്ങനെ അതൊരു കയ്യാങ്കളിയിലേക്ക് മാറുകയാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനുമോൾ നമ്മുടെ ഗിസേലിനെ ഇങ്ങനെ കയ്യിലായിട്ട് അടിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രൊമോയിൽ കാണുന്നത്. ഇത് ഫിസിക്കൽ അസോൾട്ടാണ്. അത് ഒരാളുടെ ദേഹത്ത് കൈവയ്ക്കാനുള്ള അവകാശം ബിഗ് ബോസ് വീട്ടിലില്ല. നിയമപുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ബിഗ് ബോസ് വീട്ടിലില്ല. ഇവിടെ അനുമോളുടെ കൺട്രോൾ, നിയന്ത്രണം കൈവിട്ട് പോയൊരവസ്ഥയാണ്. കാര്യം മറ്റുള്ളവർ പ്രകോപിപ്പിക്കും, നമ്മൾ പ്രകോപിതരാവാതിരിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. എന്നാൽ ഇവിടെ സകല നിയന്ത്രണ രേഖകളും ലംഘിച്ചുകൊണ്ട് അനുമോൾ നമ്മുടെ ഗിസേലിനെ അടിക്കുകയാണ്. ചെറുതായിട്ട് അടിച്ചെങ്കിൽ പോലും ഗിസേലിന് പരാതി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അനുമോളിന് ആദ്യ വാണിങ്ങോ അല്ലെങ്കിൽ പുറത്താവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പറഞ്ഞതുപോലെ ഈ ഗിസേലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും അനുമോൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ അക്ബർ രേണുവിന് വേണ്ടി ചെയ്യുന്നത് പോലെ. അത്തരത്തിൽ അനുമോളും ഗിസേലും തമ്മിലൊരു ശീതസമരം അവിടെ ഉണ്ടെന്നും ഇവർക്കിടയിൽ ഈഗോ ക്ലാഷ് ഉണ്ടെന്നും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുമെന്നും ലൈവ് കാണുന്ന ആൾക്കാർക്കും എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്കും അറിയാം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അനുമോളുടെ ഭാഗത്ത് നിന്ന് ഗിസേലിനെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും ഈ ഒരു അറ്റാക്കിൽ ബിഗ് ബോസ് എടുക്കുന്ന നടപടി എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.